Hi friends, it's me Sanuf. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള തർക്കത്തിൽ കുറേയധികം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. മേബി ഒരു യുദ്ധത്തിലോട്ട് പോലും ഇത് നീങ്ങുമോ എന്ന് പോലും പല വിധത്തിലും അഭിപ്രായം ഉന്നയിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നത്തിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന കുറച്ച് വാർത്തകളെ പറ്റിയിട്ടാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഡിസംബർ 7-ാം തീയതിയാണ്. ഇതിനുശേഷം വന്നിരിക്കുന്ന വാർത്തകൾ ചിലപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാകില്ല. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ഡേറ്റ്സിനെ പറ്റി അറിയുകയാണെങ്കിൽ അത് കമന്റ് ബോക്സിൽ ആഡ് ചെയ്യാം. സോ ഈ ഒരു വീഡിയോ മുഴുവനായി കാണുക. അതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇസ്രായേല് അവരുടെ നേവൽ ഫോഴ്സിനെ ശക്തമാക്കാനായിട്ട് കുറേയധികം ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവർക്ക് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വാർഷിപ്പിന്റെ എല്ലാം ആവശ്യമുണ്ട്. ഇതിനായിട്ട് ജർമ്മനിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ജർമ്മനിയുടെ കൈവശം നിന്ന് സബ്മറൈൻസ് വാങ്ങാനായിട്ടുള്ള ഒരു ഡീല് ഇസ്രായേലും ജർമ്മനിയും കൂടെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ഡീലിന്റെ ഭാഗമായിട്ട് ഇസ്രായേലിന് ലേറ്റസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സബ്മറൈൻസ് ലഭിക്കുന്നുണ്ട്. ഈ സബ്മറൈൻസിൽ എയർ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു പ്രൊപ്പൽഷൻ സിസ്റ്റം ഉണ്ടാകുമെന്നും, അതായത് വെള്ളത്തിനടിയിൽ കൂടുതൽ സമയം ചെലവഴിക്കാനായിട്ട് ഈ സബ്മറൈൻസിലൂടെ സാധിക്കുമെന്നൊക്കെയായിരുന്നു വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ഇത് കൂടാതെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വാർഷിപ്പ് ഇപ്പോൾ ജർമ്മനിയുടെ കയ്യിൽ നിന്ന് ഇസ്രായേല് വാങ്ങിയിട്ടുണ്ട്. ഈ ഒരു വാർഷിപ്പ് വാങ്ങിയത് ഇറാൻ അഗ്രസീവായിട്ട് ഇസ്രായേലിനെതിരെ കടൽ മാർഗം എന്തെങ്കിലും നീക്കം നടത്തുകയാണെങ്കിൽ അതിനെ തടയാനായിട്ടിരിക്കാമെന്നാണ് റോയിട്ടേഴ്സിലെല്ലാം ഒരു വാർത്ത വന്നിരിക്കുന്നത്. ഈ ഒരു വാർഷിപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഇസ്രായേലിന്റെ കൈവശമുള്ള വാർഷിപ്പുകളിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വാർഷിപ്പാണ്. ഇത് കൂടാതെ ഇതിൽ അവരുടെ നേവിക്ക് ആവശ്യമായിട്ടുള്ള അയൺ ഡോം എന്നറിയപ്പെടുന്ന ഡിഫൻസ് സിസ്റ്റം ഇത് ഓൾറെഡി ഇസ്രായേൽ ആർമിയുടെ ഭാഗമായിട്ട് ഉള്ളതാണ്. അതിന്റെ നേവൽ വെർഷനും അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഈ ഒരു ഷിപ്പിൽ ഉണ്ടാകുമെന്നാം. അത് കൂടാതെ ഈ ഒരു ഷിപ്പിൽ തന്നെ ഫാസ്റ്റ് ആയിട്ട് ഇൻകമിംഗ് ആയിട്ട് വരുന്ന ത്രെട്ടിനെ നശിപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെന്നുമാണ് സൂചിപ്പിക്കുന്നത്. ഇതിലെ മിസൈൽ ടെക്നോളജി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് സ്ഥാപിക്കുമെന്നും, ഇൻ കേസ് ഇറാൻ അവരുടെ കൺട്രോളുള്ള മിലിറ്റന്റ് ഗ്രൂപ്പ്സിനെ യൂസ് ചെയ്തിട്ട് ഇസ്രായേലിനെ അറ്റാക്ക് നടത്തുകയാണെങ്കിൽ പോലും ഇസ്രായേലിന് ഈ ഒരു വാർഷിപ്പ് യൂസ് ചെയ്തിട്ട് അതിനെ തടയാൻ സാധിക്കുമെന്നൊക്കെയാണ് ക്ലെയിം ചെയ്യുന്നത്. ഈ ഒരു കടൽ മാർഗം തന്നെ ഹെസ്ബുള്ള പോലത്തെ സംഘടന ഇസ്രായേലിനെ ടാർഗറ്റ് ചെയ്തിട്ട് ആക്രമിക്കാൻ ചാൻസ് ഉണ്ട്. അതിനെ തടയാനായിട്ടാണ് ഈ ഒരു വാർഷിപ്പ് വാങ്ങിയതെന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേ സമയത്ത് തന്നെ അമേരിക്ക ഇപ്പോൾ ഒരു ആശങ്കയിലാണ് കഴിയുന്നത്. അതെന്താ ചോദിക്കുകയാണെങ്കിൽ ഇറാഖിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും അവർ ട്രൂപ്സിനെ വിത്ഡ്രോ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഇറാൻ ഓൾറെഡി ഇസ്രായേലുമായിട്ട് ഒരു പ്രശ്നം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ കൂടാതെ അമേരിക്കയുമായിട്ടും ഒരു പ്രശ്നമുണ്ട്. സോ ഇറാൻ ഇൻ കേസ് എന്തെങ്കിലും ഒരു തിരിച്ചടി ഇസ്രായേലിന് നേരെയോ അല്ലെങ്കിൽ ഇറാഖിലുള്ള ഈ ഒരു വിത്ഡ്രോ ചെയ്യുന്ന ഫോഴ്സിന് നേരെയോ നടത്തുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് അത് വലിയൊരു തിരിച്ചടിയായിട്ട് തന്നെ മാറും. സോ അതുകൊണ്ട് അമേരിക്ക അവരുടെ USS നിമിറ്റ്സ് എന്നറിയപ്പെടുന്ന എയർക്രാഫ്റ്റ് കാരിയർ ഈ ഒരു ഗൾഫ് സീയുടെ സമീപത്തായിട്ട് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇത് ഓൾറെഡി ആ ഒരു ഭാഗത്താണ് സ്റ്റേഷൻ ചെയ്തെങ്കിലും ഇതിന് ശക്തമായിട്ട് തന്നെ ഇറാനെ ചുറ്റിപ്പറ്റിയിട്ട് നിരീക്ഷണം നടത്താനായിട്ടും അമേരിക്ക യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു നേവി വഴിയുള്ള നീക്കം എന്തുകൊണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറാനെ എങ്ങനെയെങ്കിലും ശക്തമായിട്ട് ഒന്ന് ബ്ലോക്ക് ചെയ്യണം. ഇറാന് വരുന്ന സപ്ലൈ ഒക്കെ തടയാനായിട്ട് അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. ഓൾറെഡി വെനസ്വേലയിൽ നിന്ന് ഇറാനിലോട്ട് വന്ന ഒരു ഓയിൽ ഷിപ്പിനെ അമേരിക്കയുടെ അവരുടെ നേവി അതിന് ബ്ലോക്ക് ചെയ്യുകയും ആ ഒരു ഓയിൽ കംപ്ലീറ്റ് ആയിട്ടും അമേരിക്ക പിന്നീട് അത് മറിച്ച് വിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഇറാനും ശക്തമായിട്ട് രംഗത്ത് വന്നു. അമേരിക്ക കടൽക്കൊള്ളക്കാരെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഇറാൻ അന്ന് ആരോപിച്ചിരുന്നു. സോ ഇറാന് വരുന്ന എല്ലാ സപ്ലൈയും തടയാനായിട്ട് അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. അതിനായിട്ടാണ് അമേരിക്കയുടെ ഈ ഒരു നേവി പ്രസൻസ് ഈ ഒരു ഗൾഫ് യുടെ ഭാഗത്തായിട്ട് ശക്തമായിട്ട് കൂട്ടിയിരിക്കുന്നത്. ഇത് കൂടാതെ ഈ ലേറ്റസ്റ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയൊരു പ്രചാരണം നടന്നിരുന്നു. അതായത് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനി മരണപ്പെട്ടു പറഞ്ഞിട്ടായിരുന്നു ഒരു വാർത്ത വന്നത്. ഇത് എങ്ങനെ ഒരു വാർത്തയായിട്ട് വന്നു ചോദിക്കുകയാണെങ്കിൽ ആയത്തുള്ള അലി ഖമേനിയും അതുപോലെ തന്നെ ഇറാന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഹസൻ റുഹാനിയും തമ്മിൽ ഒരു മീറ്റിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മീറ്റിംഗ് നടക്കുന്നതിന് മുൻപായിട്ട് തന്നെ അത് ക്യാൻസൽ ചെയ്തുവെന്നും അത് കുറച്ച് പ്രോബ്ലം കാരണമാണ് ക്യാൻസൽ ചെയ്തതാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണം. പക്ഷെ ആ ഒരു മീറ്റിംഗ് നടത്താതിരുന്നത് ഈ ഒരു ഖമേനി മരണപ്പെട്ടത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട്
കുറച്ച് മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തു. ഇത് പ്രത്യേകിച്ച് ഇസ്രായേലിലെ മാധ്യമങ്ങളായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. അത് പിന്നീട് സോഷ്യൽ മീഡിയ വഴി സ്പ്രെഡായി പോവുകയും ചെയ്തു. സോ അതിനെപ്പറ്റിയും ഒരു ക്ലാരിഫിക്കേഷൻ ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഈ ഖമേനി അവർകൾ വളരെയധികം സുഖമായിട്ട് ഇരിക്കുന്നുവെന്നും അദ്ദേഹത്തിന് യാതൊരുവിധ കുഴപ്പവുമില്ല പറഞ്ഞിട്ട് ഇറാന്റെ സ്പോക്ക് പേഴ്സൺ ലേറ്റസ്റ്റ് ആയിട്ട് ട്വിറ്റർ വഴി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ സോഷ്യൽ മീഡിയ വഴി തന്നെ വേറെയും ഒരു വലിയൊരു പ്രചാരം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റഷ്യയിലെ സ്പുട്നിക് എന്നറിയപ്പെടുന്ന പത്രത്തിൽ വന്നൊരു വാർത്തയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതെന്താ ചോദിക്കുകയാണെങ്കിൽ, ഇസ്രായേലിന്റെ മൊസാഡിന്റെ ടോപ്പ് കമാൻഡറിനെ ഇസ്രായേലിൽ വെച്ചിട്ട് തന്നെ ഇറാൻ വധിച്ചു പറഞ്ഞിട്ടാണ് ഒരു വാർത്ത വന്നത്. ഈ വാർത്തയിൽ ഒരു വീഡിയോ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ട്രാഫിക്കിൽ ഒരു കാർ നിൽക്കുന്നുണ്ട്, ആ കാറിന് നേരെ ഒരു ഗൺഷൂട്ട് നടക്കുന്നു, അങ്ങനെ അകത്തൊരാൾ കൊല്ലപ്പെട്ടു പറഞ്ഞിട്ടായിരുന്നു വാർത്ത ഈ ഒരു പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തത്. ഇത് പിന്നീട് ഇസ്രായേലിന്റെ മൊസാഡിന്റെ കമാൻഡർ ആണ് പറഞ്ഞിട്ട് സ്ഥിരീകരിച്ചായിട്ടും ഈ പത്രത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. സോ ഈ ഒരു വാർത്ത വന്നപ്പോൾ തന്നെ ഇറാന്റെ മാധ്യമങ്ങൾ അതെല്ലാം എടുത്ത് ആഘോഷിക്കുന്നുണ്ട്. കാരണം ഇറാന്റെ ഒരു പ്രധാനപ്പെട്ട അവരുടെ ഒരു സയന്റിസ്റ്റിനെ ഇസ്രായേൽ വധിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ആക്രമണം നടത്തിയതിന് ഒരു തിരിച്ചടി ഇറാൻ നൽകി പറഞ്ഞിട്ടായിരുന്നു ഇറാന്റെ മാധ്യമങ്ങൾ വാർത്ത വന്നത്. ഇതിനെപ്പറ്റി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വരെ ഒരു പ്രതികരണം മൊസാഡിന്റെ ഭാഗത്ത് നിന്ന് വന്നതായിട്ട് അറിയാൻ സാധിച്ചില്ല. ഇൻ കേസ് ഇനി ആ പ്രതികരണം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ബോക്സിൽ ആഡ് ചെയ്യാം. അതേ സമയത്ത് തന്നെ ഇറാന്റെ ഒരു ടോപ്പ് ആയിട്ടുള്ള ഓഫീസർ പറഞ്ഞൊരു കാര്യമായിരുന്നു, അവരുടെ ന്യൂക്ലിയർ സയന്റിസ്റ്റ് മൊഹസിൻ ഫക്രിസദയെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സാറ്റലൈറ്റും യൂസ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇതെങ്ങനെ ചോദിക്കുകയാണെങ്കിൽ, ഇതിനു മുമ്പ് വന്നൊരു വാർത്ത പറയുന്നത് ഈ ഒരു മൊഹസിൻ ഫക്രിസദയും അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റീസും സഞ്ചരിച്ച കാറിന് നേരെ കുറേയധികം ആൾക്കാർ വന്ന് ഷൂട്ട് ചെയ്യുകയും അങ്ങനെ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഒരു ഓഫീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ ഒരു കാറിന് നേരെ ഒരു ട്രക്ക് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്ന ട്രക്കിൽ നിന്ന് ഗണ്ണ് വഴി ഷൂട്ട് ചെയ്താണെന്നും ഈ ഒരു ഗണ്ണില് ഓൾറെഡി ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നെന്നും ആ ക്യാമറ യൂസ് ചെയ്തിട്ട് മൊഹസിൻ ഫക്രിസദയുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്തിട്ട് അദ്ദേഹത്തെ മാത്രം ലക്ഷ്യം വെച്ചിട്ടായിരുന്നു ഇതിൽ നിന്ന് ഒരു 13 റൗണ്ട് ഓഫ് ബുള്ളറ്റ്സ് വന്നതെന്നും ആ ബുള്ളറ്റ്സ് എല്ലാം തന്നെ ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ തറച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു കൈ അകലത്തിലായിട്ട് ഇദ്ദേഹത്തിന്റെ വൈഫും ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ വൈഫിന് നേരെ യാതൊരുവിധ അറ്റാക്ക് നടന്നില്ല എന്നും ഇദ്ദേഹത്തിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു അറ്റാക്ക് നടന്നതെന്നും ഇതിന് പിന്നിൽ മൊസാഡിന്റെ വലിയൊരു കരങ്ങൾ ഉണ്ടെന്നാണ് ഇദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇതിനെപ്പറ്റി ഇതുവരെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വെസ്റ്റേൺ കൺട്രീസിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. ഇപ്പോഴും ഈ ഒരു വാർത്ത ഇറാന്റെ ഒരു ഓഫീസർ മാത്രമേ ക്ലെയിം ചെയ്തിട്ടുള്ളൂ. ഇവൻ ഈ ഒരു ഇൻസിഡന്റ് നടന്ന ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികൾ പറയുന്നത് കുറേയധികം ആൾക്കാർ വന്നിട്ട് അറ്റാക്ക് ചെയ്താണെന്നും മോട്ടോർ ബൈക്കിൽ വന്ന ആൾക്കാരായിരുന്നു ഇദ്ദേഹത്തെ കാറിന്റെ പിറകിൽ നിന്ന് ഷൂട്ട് ചെയ്തെന്നൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. സോ ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് മേ ബി ഇനിയുള്ള ദിവസങ്ങളിൽ അറിയാൻ സാധിക്കുമായിരിക്കും. ഇത് കൂടാതെ ജോ ബൈഡൻ പ്രസിഡന്റായിട്ട് അധികാരത്തിൽ കയറുമ്പോൾ ഇറാനുമായിട്ട് സൈൻ ചെയ്തിരുന്ന ന്യൂക്ലിയർ ഡീല് വീണ്ടും പ്രാബല്യത്തിൽ വരാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. ഈ സമയത്ത് സൗദി അറേബ്യയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ന്യൂക്ലിയർ ഡീലിൽ ഗൾഫ് കൺട്രീസിനെയും ഉൾപ്പെടുത്തണമെന്നാണ് ഈ സൗദി അറേബ്യ പറഞ്ഞിരിക്കുന്നത്. ഒന്നുകിൽ സൗദി അറേബ്യയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഗൾഫ് കൺട്രിയോ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് ഇറാനും റെസ്പോൺസ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുള്ളത് വെസ്റ്റേൺ കൺട്രീസിലെ 5 രാജ്യങ്ങളും അമേരിക്കയുമായിട്ടാണ്. സോ ഇതില് ഈ ഒരു ഡീലില് ഗൾഫ് കൺട്രീസിനെ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്ന് ഇറാന്റെ സ്പോക്ക് പേഴ്സൺ പറഞ്ഞിട്ടുണ്ട്. സൗദി അറേബ്യ ഇത് വല്ലാതെ പ്രകോപിച്ചിട്ടുണ്ട്. കാരണം സൗദി അറേബ്യ പറയുന്നത് ഇറാന്റെ ഈ ഒരു ന്യൂക്ലിയർ ഡീൽ വഴി ഏറ്റവും കൂടുതൽ പ്രശ്നം ഫേസ് ചെയ്യേണ്ടി വരിക ഗൾഫ് കൺട്രീസ് ആണ്. സോ അവരെ കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവരുടെ പ്രശ്നം കൂടെ കേട്ടിട്ട് ഈ ഒരു ഡീല് നടപ്പാക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിപ്പോഴും ഇറാൻ അംഗീകരിക്കുന്നില്ല. ഇത് കൂടാതെ ഈ ഒരു ഡീലിന്റെ ഭാഗമായിട്ടുള്ള യൂറോപ്പിലെ 3 കൺട്രീസ് ജർമ്മനി, ഫ്രാൻസ്, ഈ ബ്രിട്ടൻ ഇപ്പോൾ ഒരു പ്രതികരണം അറിയിച്ചിട്ടുണ്ട്. ഇറാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ പാർലമെന്റിൽ ഒരു ലോ പാസ് ചെയ്തു. ഈ ഒരു ലോയുടെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിക്ക് ഇൻസ്പെക്ഷൻ നടത്താനായിട്ട് ഇറാന് അനുവദിക്കേണ്ട ആവശ്യമില്ല. ഇത് മാത്രമല്ല, ഈ ഒരു ഡീല്, ഈ ന്യൂക്ലിയർ ഡീല് 2 മാസത്തിനകം നടപ്പിലാവുകയാണെങ്കിൽ മാത്രമേ ഇറാൻ അതിന് സഹകരിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. സോ ഈ ഒരു ലോ പാസ്സാക്കിയതിനു ശേഷം ഈ 3 കൺട്രീസും കൂടെ ഇറാന്റെ ഈ ഒരു നീക്കത്തിൽ ഒരു പ്രതികരണം അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു നീക്കത്തിലൂടെ മിഡിൽ ഈസ്റ്റിൽ വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുമോ എന്നാണ് ഈ 3 കൺട്രീസും കൂടെ ഒരുമിച്ച് പുറത്തുവിട്ട സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. ഇങ്ങനെ പലതരത്തില് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിൽ എന്താണ് 2021 സംഭവിക്കുക എന്ന് നമുക്ക് കണ്ടറിയാം. സോ ഇത്രയും കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ വിചാരിച്ചത്. ഈ ഒരു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 7-ാം തീയതിയാണ്.
നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ 8-ാം തീയതിയോ അല്ലെങ്കിൽ 9-ാം തീയതി ആയിരിക്കും. അതിനുശേഷം വന്ന അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയുവാണെങ്കിൽ അത് കമന്റ് ബോക്സിൽ ആഡ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് മിഡിൽ ഈസ്റ്റ് നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റി എന്താണ് തോന്നുന്നത്? ഇത് വലിയൊരു പ്രശ്നമായിട്ട് മാറുമെന്നാണോ, അല്ല അത് കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ ഉണ്ടാവുമെന്നും പിന്നീട് അത് സോൾവ് ആവുമെന്നാണോ തോന്നുന്നത്? ഇതിനെപ്പറ്റിയും കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ജയ് ഹിന്ദ്.